ഏട്ടൻ്റെ മോളായ പൂജമോളുടെ 12ാം പിറന്നാളാട്ടോ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ വലിയതായിട്ടൊന്നും നമ്മളിവിടെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എങ്കിലും ഒരു കേക്ക് മുറിച്ചായിട്ടാണ് നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ സാധാരണക്കാരാണ് കേട്ടോ, അതുകൊണ്ട് അതാത് ദിവസത്തെ കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ വലിയ തോതിലൊന്നും നമുക്ക് ചിലപ്പോൾ സെലിബ്രേഷൻ ആക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും അവരുടെ മക്കളുടെ സന്തോഷത്തെ നമ്മളൊരു കേക്കെങ്കിലും മുറിച്ചിട്ട് ആഘോഷിക്കാറുണ്ട്. ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ, അതിലേറെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു നമ്മുടെ ഒരു ഏരിയയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും എല്ലാവരും പങ്കു ചെയ്തു കേട്ടോ. അതൊരു ഭാഗ്യം കേട്ടോ. ഞാനിവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം പറയുന്നത് അതാണ് കേട്ടോ. നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാടുന്നതൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ആരും ഇല്ലെങ്കിലും നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരിക്കാം, അവരല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക, സംസാരിക്കുക, പണി വെറും ഒരു നമ്മുടെ വീടായിട്ട് ഒതുങ്ങി പോകില്ല കേട്ടോ. എല്ലാവരും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാവരും പങ്കു ചെയ്തു കേട്ടോ. നിങ്ങളിത് കേൾക്കുമ്പം പരദൂഷണമൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ പരദൂഷണം പോലൊന്നുമല്ല. അതൊരു എന്തോ ഒരു ഞാനിവിടെ വന്നിട്ട് കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, അവിടെ എല്ലാത്തവരും ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്കൊരു എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ പറയുക കറി വെക്കാനാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അപ്പുറത്ത് നിന്നൊക്കെ ആരെങ്കിലും ഇത് കൊണ്ടുപോയിക്കോ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്നതാട്ടോ. പിന്നെ അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടി. ഞാൻ കൊടുത്ത ഗിഫ്റ്റായിരുന്നു കേട്ടോ. ഇത് അവളുടെ അമ്മയുടെ അനിയത്തി കൊടുത്ത ഗിഫ്റ്റാണ്. സ്കൂൾ ഐറ്റംസ് ആട്ടോ കൊടുത്തത്. എങ്കിലും ചെറിയ തോതിലാണെങ്കിലും സെലിബ്രേഷൻ നമ്മൾ വലുതാക്കിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കിട്ടി. പൂജമോൾ ഹാപ്പിയാണ് കേട്ടോ.